പച്ചപ്പ് നിറഞ്ഞ കുന്നുകൾക്കും തിളങ്ങുന്ന നീല തടാകങ്ങൾക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ പട്ടണത്തിൽ ബ്രിട്ടീഷ് സൈക്ലിംഗ് ടീം എന്നറിയപ്പെടുന്ന ഒരു സൈക്ലിംഗ് ടീം താമസിച്ചിരുന്നു. ഇപ്പോൾ ഏതാണ്ട് ഒരു നൂറ്റാണ്ടായി ഈ ടീം മറ്റുള്ളവരുടെ നിഴലിൽ എല്ലായ്പ്പോഴും പശ്ചാത്തലത്തിൽ പോരാടുന്നതായി തോന്നി. അവർ ആഴത്തിൽ ആഗ്രഹിച്ച മഹത്വം ഒരിക്കലും നേടിയില്ല. സാഹസികത, ഓട്ടമത്സരങ്ങൾ നേടുക, മെഡലുകൾ സമ്പാദിക്കുക എന്നിങ്ങനെയുള്ള സ്വപ്നങ്ങൾ അവർക്കുണ്ടായിരുന്നു. പക്ഷേ ആ സ്വപ്നങ്ങൾ പലപ്പോഴും കയ്യെത്തും ദൂരത്ത് അനുഭവപ്പെട്ടു. രാത്രി ആകാശത്ത് മിന്നിമറയുന്ന നക്ഷത്രങ്ങളെപ്പോലെ മനോഹരവും എന്നാൽ വിദൂരവുമാണ്. ഡേവ് ബ്രെയിൽസ്ഫോർഡ് എന്ന മനുഷ്യൻ ചിത്രത്തിൽ പ്രവേശിച്ചതോടെ എല്ലാം മാറി. നിശ്ചയദാർഢ്യവും നൂതനത്വവും നിറഞ്ഞ കാഴ്ചപ്പാടോടെ ഈ സൈക്ലിംഗ് ടീമിനെ നയിക്കാൻ അദ്ദേഹത്തെ നിയമിച്ചു. ഡേവ് ഗംഭീരമായ ആംഗ്യങ്ങൾ തേടുന്ന ആളായിരുന്നില്ല. പകരം നാമമാത്ര നേട്ടങ്ങളുടെ സമാഹാരം എന്ന് വിളിക്കുന്ന ലളിതമായ ഒരു തത്വചിന്തയിൽ അദ്ദേഹം വിശ്വസിച്ചു. ഈ പദം വലുതും സങ്കീർണവുമായതായി തോന്നാം, പക്ഷേ ഇത് പ്രധാനമായും അർത്ഥമാക്കുന്നത് ചെറിയ മെച്ചപ്പെടുത്തലുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ്. ടീമിലെ ഓരോ അംഗത്തിനും ഓരോ ദിവസവും കുറച്ചുകൂടി മെച്ചപ്പെടാൻ കഴിയുമെങ്കിൽ ആ ചെറിയ മാറ്റങ്ങൾ സ്മാരകമായ എന്തെങ്കിലും കൂട്ടിച്ചേർക്കുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ടീം ഈ പുതിയ സമീപനം സ്വീകരിച്ചപ്പോൾ മാന്ത്രികമായ എന്തോ സംഭവിച്ചു. അവർ ചെറിയ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്താൻ തുടങ്ങി. അവർ പരിശീലിപ്പിക്കുന്ന രീതി, അവർ കഴിക്കുന്ന ഭക്ഷണം, അവർ ഓടിക്കുന്ന നിർദ്ദിഷ്ട ബൈക്കുകൾ പോലും. ഓരോ ചെറിയ മെച്ചപ്പെടുത്തലും കാര്യമായ വ്യത്യാസം വരുത്താൻ തുടങ്ങി. നീണ്ട കഠിനമായ ശീതകാലത്തിനു ശേഷം പൂക്കൾ പൊട്ടി വിടരുന്നതുപോലെ അവരുടെ പരിശീലനത്തിന്റെ ഫലങ്ങൾ വിരിഞ്ഞു. 2008 ചുരുളഴിയുമ്പോൾ ബ്രിട്ടീഷ് സൈക്ലിംഗ് ഒളിമ്പിക് ഗെയിംസിൽ പ്രവേശിച്ചത് തല ഉയർത്തിപ്പിടിച്ച ആവേശം കൊണ്ട് ഹൃദയമിടിപ്പോടെയാണ്. അവർ വെറുതെ പങ്കെടുത്തില്ല, അവർ ലോകത്തെ പിടിച്ചുകുലുക്കി. 2007നും 2017നും ഇടയിൽ അവിശ്വസനീയമായ 178 ലോക ചാമ്പ്യൻഷിപ്പുകളും 66 ഒളിമ്പിക് അല്ലെങ്കിൽ പാരാലിമ്പിക് സ്വർണ്ണ മെഡലുകളും ഉൾപ്പെടെ അതിശയിപ്പിക്കുന്ന മെഡലുകളുടെ ഒരു കൂട്ടത്തിൽ ആടിയുലഞ്ഞ് ടീം വിജയികളായി ഒറ്റരാത്രി കൊണ്ട്. എന്നാൽ അത് മെഡലുകളെക്കുറിച്ചായിരുന്നില്ല. 2012 ടൂർ ഡി ഫ്രാൻസിൽ ബ്രാഡ്ലി വിഗിൻസ് എന്ന സൈക്ലിസ്റ്റ് ചരിത്രം സൃഷ്ടിച്ചപ്പോൾ ഈ അഭിമാനകരമായ റേസ് വിജയിക്കുന്ന ആദ്യത്തെ ബ്രിട്ടീഷ് സൈക്ലിസ്റ്റായി മാറി. ആഹ്ലാദപ്രകടനം ഇടിമുഴക്കം പോലെ തെരുവുകളിലൂടെ പ്രതിധ്വനിച്ചു. ആ നിമിഷത്തിൽ ടീമിലെ ഓരോ അംഗത്തിനും പരാജയത്തിന്റെ കനത്ത ഭാരം അവരുടെ ചുമലിൽ നിന്ന് എന്നേക്കുമായി ഉയർന്നതായി അനുഭവപ്പെട്ടു. ഈ പരിവർത്തനത്തിന്റെ രഹസ്യ സോസ് കാലക്രമേണ സംയോജിപ്പിക്കുന്ന ചെറിയ ശീലങ്ങളുടെ ഫലങ്ങളിലാണ്. ഒരാൾക്ക് ഓരോ ദിവസവും 1% മാത്രം മെച്ചപ്പെടാൻ കഴിഞ്ഞാൽ വർഷാവസാനത്തോടെ അവർ ഏകദേശം 37 മടങ്ങ് മെച്ചപ്പെടും. അത് സങ്കൽപ്പിക്കുക. ആളുകൾ അതിശയകരമായ മാറ്റങ്ങൾ തേടുമ്പോൾ യഥാർത്ഥ മാന്ത്രികത സംഭവിക്കുന്നത് ലൗകികവും ദൈനംദിനവുമായ പുരോഗതിയിലാണ്. തുടർച്ചയായി 3 ദിവസം ജിമ്മിൽ പോകുന്നത് നിങ്ങളെ ഒരു കായികതാരമാക്കി മാറ്റാത്തതുപോലെ ചെറിയ ശീലങ്ങളുടെ സ്ഥിരമായ പരിശീലനം ശ്രദ്ധേയമായ ഫലങ്ങളിലേക്ക് നയിച്ചേക്കാം. വിജയം ഒരു നേർരേഖയിലാണെന്ന് ആളുകൾ പലപ്പോഴും തെറ്റായി വിശ്വസിക്കുന്നു, എന്നാൽ വാസ്തവത്തിൽ ഇത് കയറ്റിറക്കങ്ങൾ നിറഞ്ഞ ഒരു വളഞ്ഞ റോഡാണ്. ഒരു ബൈക്ക് ഓടിക്കാൻ പഠിക്കുന്നത് പോലെയുള്ള ഏതൊരു ഉദ്യമത്തിന്റെയും പ്രാരംഭഘട്ടങ്ങൾ അവിശ്വസനീയമാംവിധം അധപതിച്ചതായി അനുഭവപ്പെടും. ഒരുതരം ഈ നിരാശ താഴ്വര. എന്നാൽ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ആ ചെറിയ മാറ്റം, ഒരു ഡിഗ്രി മാറ്റം, ഒരു വലിയ ശൃംഖല പ്രതികരണത്തിന് കാരണമാകും. ആ പ്രാരംഭഘട്ടത്തിലൂടെ നിങ്ങൾ കടന്നുകഴിഞ്ഞാൽ പലപ്പോഴും ലാറ്റന്റ് പൊട്ടൻഷ്യൽ പീഠഭൂമി എന്ന് വിളിക്കപ്പെടുന്നു. നിങ്ങൾ ലോകം വിളിക്കുന്ന ഒറ്റരാത്രി വിജയം ആയിത്തീരുന്നു. മാജിക് സംഭവിക്കുന്നു. വിജയത്തിലേക്കുള്ള യാത്ര തടസ്സങ്ങളില്ലാത്തതല്ല. മോശം ശീലങ്ങൾ മാറ്റുന്നത് ഒരു വലിയ പഴയ ഓക്ക് മരത്തിന്റെ വേരോടെ പിഴുതെറിയാൻ ശ്രമിക്കുന്നതുപോലെ തോന്നും. അത് സാധ്യമാണോ? പലപ്പോഴും ശീലങ്ങൾ ചിറകുകളേക്കാൾ വിലങ്ങുതടിയായി അനുഭവപ്പെടും. സ്പോർട്സ് ലോകത്ത് ഏറ്റവും മികച്ച സ്കോറിൽ ഫിനിഷ് ചെയ്യുക എന്നത് നിസ്സംശയമായും ലക്ഷ്യമാണെങ്കിലും ആ സ്കോർ ബോർഡിൽ മാത്രം ഫിക്സ് ചെയ്യുന്നത് അനുദിനം സംഭവിക്കുന്ന മെച്ചപ്പെടുത്തലിന്റെ മനോഹരമായ പ്രക്രിയയിലേക്ക് നിങ്ങളെ അന്ധരാക്കും. ലക്ഷ്യങ്ങൾക്ക് ഒരു ലക്ഷ്യമുണ്ട്. അവർ ഒരു ദിശ സജ്ജീകരിച്ചു, എന്നാൽ ആ ലക്ഷ്യങ്ങൾക്ക് ചുറ്റും നിങ്ങൾ നിർമ്മിക്കുന്ന സംവിധാനങ്ങളും ദിനചര്യകളുമാണ് പുരോഗതി കൈവരിക്കുന്നതിന് പരമപ്രധാനമായത്. അടുത്ത നാഴികക്കല്ലിന് പിന്നാലെ ഓടുന്നത് പലപ്പോഴും സന്തോഷം മാറ്റിവയ്ക്കുന്നു.
ഇത് പ്രശ്നകരമായ ഒരു ധർമ്മസങ്കടം സൃഷ്ടിക്കുന്നു. അവിടെ ഒരു ലക്ഷ്യം നേടുന്നത് വിജയത്തിലേക്കുള്ള ഏക പാതയായി അനുഭവപ്പെടുന്നു, പരാജയത്തെ വ്യക്തിപരമായ നിരാശയായി കാണുന്നത് എളുപ്പമാക്കുന്നു. എങ്കിലും ഓർക്കുക, ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുന്നതിന്റെ ലക്ഷ്യം ഗെയിം കളിക്കുക എന്നതാണ്. ബിൽഡിംഗ് സിസ്റ്റങ്ങൾ അർത്ഥമാക്കുന്നത് നിങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ കളിക്കാൻ കഴിയും എന്നാണ്. കാലക്രമേണ ബ്രിട്ടീഷ് സൈക്ലിംഗ് ടീം ഓരോ ദിവസവും കുറച്ചുകൂടി മെച്ചപ്പെടുക എന്ന ആശയം സ്വീകരിച്ചു. ചെടി നനയ്ക്കുന്നതുപോലെയായിരുന്നു അത്, ക്ഷമയോടെയും കരുതലോടെയും ചെറിയ പ്രവർത്തനങ്ങൾ നേട്ടങ്ങളുടെ വിശാലമായ പൂന്തോട്ടമായി ശേഖരിച്ചു. എന്നിരുന്നാലും ശീലങ്ങളുടെ സ്വഭാവം സങ്കീർണമാണ്. അവയ്ക്ക് ഒന്നുകിൽ നിങ്ങളെ മഹത്വത്തിലേക്ക് വലിച്ചിഴയ്ക്കുകയോ അല്ലെങ്കിൽ നിങ്ങളെ സാധാരണതയിലേക്ക് തള്ളിവിടുകയോ ചെയ്യാം. നല്ല ശീലങ്ങളുടെ ബോണ്ടിംഗ് പ്രഭാവം ജീവിതത്തിന്റെ മറ്റ് മേഖലകളിൽ നീക്കിവയ്ക്കാൻ കഴിയുന്ന മാനസിക ഇടം സ്വതന്ത്രമാക്കുന്നു. ടീം അഭിവൃദ്ധി പ്രാപിച്ചപ്പോൾ അവർ കണ്ടുമുട്ടുന്ന എല്ലാവരോടും നല്ലവരായിരിക്കുന്നതിന്റെ ശക്തിയെക്കുറിച്ചും അവർ മനസ്സിലാക്കി. ചെറിയ കാരുണ്യ പ്രവൃത്തികൾ കണക്ഷനുകളുടെ ഒരു വലിയ വെബ് സൃഷ്ടിക്കാൻ തുടങ്ങി, അവരുടെ പ്രൊഫഷണൽ ജീവിതവും വ്യക്തിജീവിതവും സമ്പന്നമാക്കി. വെല്ലുവിളികളുടെ ലോകത്ത് പ്രാരംഭഘട്ടങ്ങൾ പലപ്പോഴും സാധാരണമാണെന്ന് തോന്നുമെങ്കിലും ഹാൻഡിൽ ബാറിലെ ആംഗിൾ മാറ്റമെന്ന നിലയിൽ വളരെ ചെറിയ എന്തെങ്കിലും ക്രമീകരണം പോലും അഗാധമായ മെച്ചപ്പെടുത്തലുകളിലേക്ക് നയിച്ചേക്കാം. എന്നിരുന്നാലും ഒരു ക്യാച്ച് ഉണ്ട്. പ്രയത്നത്തിന്റെ ഫലം പലപ്പോഴും വൈകും. നിങ്ങളുടെ അധ്വാനത്തിന്റെ ഫലം ദൃശ്യമാകുന്നതിന് മാസങ്ങൾ, വർഷങ്ങൾ പോലും എടുത്തേക്കാം. ചോർന്നൊലിക്കുന്ന പൈപ്പ് ശരിയാക്കുന്നതുപോലെ പെട്ടെന്ന് അണക്കെട്ട് പൊട്ടിത്തെറിക്കുന്നത് വരെ പുരോഗതി മന്ദഗതിയിലായേക്കാം. അവിടെ നിങ്ങൾ വിജയത്തിന്റെ ഒരു കാസ്കേഡുമായി. ദുശ്ശീലങ്ങൾ ഉപേക്ഷിക്കുന്നത് ഒരു പുരാതന വൃക്ഷത്തെ പിഴുതെറിയുന്നതിന് തുല്യമാണ്. എന്നിരുന്നാലും ഒരു പുതിയ ശീലം കെട്ടിപ്പടുക്കുക എന്നത് ഒരു സമയം, ഒരു ദിവസം എടുക്കുക എന്നതാണ്. എല്ലാ കായിക ഇനങ്ങളുടെയും സാരാംശം മികച്ച സ്കോർ ഉറപ്പാക്കുക എന്നതാണ്. എന്നാൽ മുഴുവൻ ഗെയിമിനുമുള്ള സ്കോർ ബോർഡിൽ ഉറ്റുനോക്കുന്നതിൽ അർത്ഥമില്ല. പകരം ലക്ഷ്യങ്ങളിൽ നിന്ന് ആ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ കഴിയുന്ന സംവിധാനങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കണം. നേടിയെടുക്കാനുള്ള ആഗ്രഹം പലപ്പോഴും നമ്മെ ഒരു ചിന്താരീതിയിലേക്ക് കൊടുക്കും. അവിടെ അടുത്ത സുപ്രധാന നാഴികക്കല്ല് വരെ സന്തോഷത്തെ വൈകിപ്പിക്കുമെന്ന് മനസ്സിലാക്കുന്നതിലാണ് പോരാട്ടം. ഒരു ലക്ഷ്യം കേവലം ഒരു ലക്ഷ്യം മാത്രമാണ്, അതേസമയം ഒരു സിസ്റ്റം തുടർച്ചയായ യാത്രയാണ്. പുരോഗതി വിജയിക്കാനുള്ള മാരത്തണല്ല, അത് ആഘോഷിക്കപ്പെടേണ്ട ഒരു യാത്രയാണ്. യാത്രയെക്കുറിച്ച് പറയുമ്പോൾ ഓരോ മെച്ചപ്പെടുത്തലും ദീർഘകാലാടിസ്ഥാനത്തിൽ കണക്കാക്കുന്നു. ക്രമേണ നിങ്ങളുടെ കഴിവുകൾ മാത്രമല്ല, നിങ്ങളുടെ ഐഡന്റിറ്റിയും പുനർരൂപകൽപ്പന ചെയ്യുന്നു. മോശം ശീലങ്ങൾ നല്ല ശീലങ്ങൾ പോലെ തന്നെ ശക്തമാണ്. ചിലപ്പോൾ നിങ്ങൾ കഠിനാധ്വാനം ചെയ്ത നേട്ടങ്ങളെ അട്ടിമറിക്കും. ഒരു സൗഹൃദ നഡ്ജ് കുറച്ച് സമയമാകുമ്പോൾ ബൈക്ക് ഓടിക്കാൻ നിങ്ങളെ സഹായിക്കുന്നതുപോലെ ശീലങ്ങൾക്ക് പ്രചോദനവും ശ്രദ്ധയും ആവശ്യമാണ്. നിങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെയാണ് നിങ്ങളുടെ ഐഡന്റിറ്റി കെട്ടിപ്പടുക്കുന്നത് എന്ന ധാരണ ടീമിൽ ആഴത്തിൽ പ്രതിധ്വനിച്ചു. നഖം ചവയ്ക്കുന്ന ബ്രയാൻ ക്ലാർക്ക് എന്ന വ്യവസായിയുടെ കഥ നോക്കുക. നിർത്താൻ തീരുമാനിച്ചപ്പോൾ നഖങ്ങൾ പരിപാലിക്കുന്നതിൽ അഭിമാനം തോന്നിത്തുടങ്ങി. മനോവീര്യം പടർന്നു, പ്രചോദനം കുതിച്ചുയർന്നു. നിങ്ങൾ കാണുന്നത് ഞങ്ങൾ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള വിശ്വാസങ്ങളുമായി ജനിച്ചവരല്ല. ഓരോ ബോധ്യവും നമ്മെക്കുറിച്ചുള്ള ഓരോ അഭിപ്രായവും നമ്മുടെ അനുഭവങ്ങളുടെ ഉൽപ്പന്നങ്ങളാണ്. ഓരോ പ്രവൃത്തിയും നമ്മൾ ആരാകാൻ ആഗ്രഹിക്കുന്നു എന്നതിന് ഒരു ചെറിയ വോട്ടിന് തുല്യമാണ്. അതിനാൽ നിങ്ങൾ പുതിയ ഒരാളാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ വികസിക്കുന്നുവെന്ന് പറയുന്ന തെളിവുകൾ ഉപയോഗിച്ച് ആരംഭിക്കുക. ഇതൊരു ശക്തമായ ചക്രമായി മാറുന്നു. ഓരോ ചെറിയ വിജയവും നിങ്ങൾക്ക് പ്രതിഫലം നൽകുക മാത്രമല്ല, നിങ്ങളിലുള്ള വിശ്വാസം നിങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ ശീലങ്ങൾ നിങ്ങളുടെ ഐഡന്റിറ്റിയിലേക്ക് രൂപാന്തരപ്പെടുന്നു. ഐഡന്റിറ്റി ആകൃതി നിങ്ങളുടെ ശീലങ്ങളെ സ്വാധീനിക്കുന്നു. ഇതൊരു മഹത്തായ നൃത്തമാണ്, നിങ്ങളുടെ സത്തയെ പരിവർത്തനം ചെയ്യുന്ന യോജിപ്പുള്ള ഒരു കൈമാറ്റം. ഹാക്കുകളും കുറുക്കുവഴികളും പ്രയോഗിക്കുന്നത് മാത്രമല്ല, വിജയം എന്ന ആഴത്തിലുള്ള ധാരണയിലേക്ക് ഇതെല്ലാം നയിക്കുന്നു. വിശ്വാസങ്ങളെ പുനർനിർമ്മിക്കുന്നതിനും നിങ്ങളുടെ ഐഡന്റിറ്റി പരിപോഷിപ്പിക്കുന്നതിനും കാലക്രമേണ നല്ല ശീലങ്ങൾ നിലനിർത്തുന്നതിനുമുള്ള തുടർച്ചയായ അന്വേഷണമാണിത്. നന്നായി ആവർത്തിച്ചുള്ള മെലഡി പോലെ ശീലങ്ങൾ പരിശീലനത്തിലൂടെ രൂപം കൊള്ളുന്നു, അത് യാന്ത്രികമായി മാറുന്നു. ഓരോ തവണയും നിങ്ങൾ ഒരു പ്രശ്നം ആവർത്തിച്ച് പരിഹരിക്കുമ്പോൾ നിങ്ങളുടെ മസ്തിഷ്കം പ്രക്രിയയെ ലളിതമാക്കുന്നു, പ്രതികരണത്തെ ഒരു റിഫ്ലെക്സാക്കി മാറ്റുന്നു, ഒരു ബൈക്ക് ഓടിക്കുന്നത് പോലെ.
ഈ പതിവ് രൂപീകരണം നിങ്ങളുടെ മനസ്സിനെ പ്രവർത്തനത്തിനായി സജ്ജമാക്കുന്നു, മറ്റെവിടെയെങ്കിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അതിനെ സ്വതന്ത്രമാക്കുന്നു. ഈ പ്രക്രിയ 4 പ്രധാന ഘടകങ്ങളെ ഒരുമിച്ച് ചേർക്കുന്നു: ക്യൂ, ആസക്തി, പ്രതികരണം, പ്രതിഫലം. ഒരു ചുവടിൽ നിന്ന് മറ്റൊന്നിലേക്ക് നിങ്ങളെ നയിക്കുന്ന സുഗമമായ താളം പോലെ ഇത് സങ്കൽപ്പിക്കുക. ഓരോ ഭാഗവും ഒരു ശൃംഖലയിലെ ഒരു ലിങ്കായി പ്രവർത്തിക്കുന്നു. അത് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നു, അത് തുടരാൻ പ്രചോദനം നൽകുന്നു. ഇപ്പോൾ മെക്കാനിക്സിൽ വഴിതെറ്റിപ്പോകരുത്. ഈ നിയമങ്ങൾ നിങ്ങളുടെ പ്രയോജനത്തിനായി ഉപയോഗിക്കാമെന്ന് മനസ്സിലാക്കുക. ആദ്യപടി അവബോധമാണ്. നിങ്ങളുടെ ശീലങ്ങളിൽ ശ്രദ്ധ ചെലുത്തുക. ഓരോരുത്തർക്കും ശീലങ്ങളുണ്ട്. നമ്മൾ ശ്രദ്ധിക്കാതെ തന്നെ നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ അവർ നിർദ്ദേശിക്കുന്നു. നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്നും എന്തുകൊണ്ടാണെന്നും മനസ്സിലാക്കുന്നതിലൂടെയാണ് മാറ്റത്തിന്റെ കല ആരംഭിക്കുന്നത്. നിങ്ങളുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ പരിശോധിക്കുന്ന ഒരു ശീലങ്ങളുടെ സ്കോർ കാർഡ് സൃഷ്ടിക്കുക. നല്ല ശീലങ്ങൾക്ക് അടുത്തായി ഒരു പ്ലസ്, മോശം ശീലങ്ങൾക്ക് അടുത്തായി ഒരു മൈനസ് എന്നിവ ഇടുക. നിങ്ങളുടെ പെരുമാറ്റങ്ങൾ തിരിച്ചറിയാനും തിരുത്താനുമുള്ള ലളിതവും എന്നാൽ ശക്തവുമായ ഉപകരണമാണിത്. നിങ്ങളുടെ ശീലങ്ങളിൽ മാറ്റം വരുത്തുന്നതിനുള്ള ഏറ്റവും നിർണായക ഘട്ടങ്ങളിലൊന്നാണ് അവബോധം. അബോധാവസ്ഥയിലുള്ളവരെ വീണ്ടും ബോധവൽക്കരിക്കുക. ചിന്തകളെ വാക്കുകളാക്കി മാറ്റുന്നത് വ്യക്തത നൽകുന്നു. ഉദാഹരണത്തിന്, ഒരു ശീലത്തെ ചൂണ്ടിക്കാണിക്കുകയും പേരിടുകയും ചെയ്യുന്നത് കാര്യമായ മാറ്റമുണ്ടാക്കും. പ്രവൃത്തികളെ വാചാലമാക്കുന്നതിലൂടെ അവ മൂർത്തമായിത്തീരുന്നു. വ്യക്തമായ ഉദ്ദേശ്യങ്ങൾ സജ്ജീകരിക്കുന്നതും നിർണായകമാണ്. എപ്പോൾ, എവിടെയാണ് നിങ്ങളുടെ പുതിയ ശീലം പരിശീലിക്കേണ്ടതെന്ന് മുൻകൂട്ടി തീരുമാനിക്കുക. വ്യക്തത പ്രചോദനം വർദ്ധിപ്പിക്കുന്നു, വിജയത്തിലേക്കുള്ള പാത സുഗമമാക്കുന്നു. തങ്ങളുടെ യഥാർത്ഥ തടസ്സം അനിശ്ചിതത്വമാകുമ്പോൾ അവർക്ക് പ്രചോദനമില്ലെന്ന് കരുതി ആളുകൾ പലപ്പോഴും ഇടറുന്നു. മറ്റൊരു ഉപയോഗപ്രദമായ രീതി ശീലം സ്റ്റാക്കിംഗ് ആണ്. ഈ സാങ്കേതികവിദ്യ പുതിയ ശീലങ്ങളെ നിലവിലുള്ളവയുമായി ബന്ധിപ്പിക്കുന്നു, ലൗകികമായതിനെ അർത്ഥവത്തായ ഒന്നാക്കി മാറ്റുന്നു. ഉദാഹരണത്തിന്, എല്ലാ ദിവസവും രാവിലെ പല്ല് തേച്ചതിനു ശേഷം 2 മിനിറ്റ് ധ്യാനിക്കാൻ നിങ്ങൾ തീരുമാനിച്ചേക്കാം. ഇത് 2 പ്രവർത്തനങ്ങളുടെയും ഫലപ്രാപ്തി വർദ്ധിപ്പിക്കുന്നു. ശീലങ്ങൾ യഥാർത്ഥത്തിൽ വളർത്തിയെടുക്കാൻ അവ വ്യക്തമാക്കുക. വ്യക്തമായി നിർവചിക്കപ്പെട്ട സൂചനകൾ ശ്രദ്ധ ആകർഷിക്കുന്നു. ശീലങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ പരിസ്ഥിതിക്ക് വലിയ പങ്കുണ്ട്. പെരുമാറ്റങ്ങളെ ലളിതമാക്കുകയും അവയെ നിങ്ങളുടെ ദൈനംദിന താളത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്ന ഫലപ്രദമായ തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നതിനെക്കുറിച്ചാണ് ഇത്. വിഷ്വൽ സൂചകങ്ങൾ ശക്തമാണ്. നിങ്ങളുടെ പുതിയ ശീലം നിലനിർത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഓർമ്മപ്പെടുത്തലുകൾ നിങ്ങളെ ചുറ്റിപ്പറ്റിയാണെന്ന് ഉറപ്പാക്കുക. കൂടാതെ ഓരോ ശീലത്തിനും ഒരു വീട് സൃഷ്ടിക്കുന്നത് പരിഗണിക്കുക. എല്ലാം ചിട്ടയോടെ സൂക്ഷിക്കുന്നത് രൂപീകരണത്തെ സുഗമമാക്കാൻ സഹായിക്കുന്നു. ലഹരിവസ്തുക്കളുടെ ഉപയോഗത്തെയും ശീലങ്ങളെയും കുറിച്ചുള്ള അന്വേഷണങ്ങൾ രസകരമായ സത്യങ്ങൾ അനാവരണം ചെയ്തു. ആസക്തിയുമായി പൊരുതുന്ന പലരും പ്രലോഭനത്തിൽ നിന്ന് അകന്നുപോയപ്പോൾ നിയന്ത്രണം വീണ്ടെടുക്കാൻ കഴിഞ്ഞു. ശക്തമായ ചുറ്റുപാടും നല്ല തിരഞ്ഞെടുപ്പുകളും ഹാനികരമായ ശീലങ്ങളിൽ നിന്ന് സ്വയം മോചനം നേടാൻ സഹായിക്കും. ശീലങ്ങൾ രൂപപ്പെടുത്താൻ കഴിയും എന്നതാണ് പ്രധാന കാര്യം. നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റുപാടിൽ മാറ്റങ്ങൾ വരുത്താനും മോശം ശീലങ്ങളുടെ സൂചനകളിലേക്കുള്ള എക്സ്പോഷർ കുറയ്ക്കാനും പോസിറ്റീവ് ശീലങ്ങൾക്ക് ചുറ്റും ആകർഷകമായ ആകർഷണം നെയ്യാനും കഴിയുമെങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാനുള്ള നല്ല അവസരമുണ്ട്. എന്നാൽ ഓർക്കുക, ശീലങ്ങൾ കേവലം ഇച്ഛാശക്തി കൊണ്ട് മാത്രം രൂപപ്പെടുന്നതല്ല, അവയ്ക്ക് ശ്രദ്ധാപൂർവമായ പരിഗണനയും ചിന്തയും ആവശ്യമാണ്. മാറ്റത്തിന്റെ ആവശ്യകതയ്ക്കെതിരെയുള്ള ആസ്വാദന രൂപങ്ങൾ വിജയകരമായ പരിവർത്തനത്തിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ചിലപ്പോൾ ഒരു ശീലം പുനഃസ്ഥാപിക്കുന്നത് അതിനെ ഭയപ്പെടുത്തുന്നത് കുറയ്ക്കും. വ്യായാമം ബുദ്ധിമുട്ടുള്ളതായി കാണുന്നതിനുപകരം ശക്തരാകുന്നതിന്റെ ആവേശം സ്വീകരിക്കുക. ഓരോ പ്രവൃത്തിയും, എത്ര ചെറുതാണെങ്കിലും, നിങ്ങൾ ആകാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയിലേക്ക് നിങ്ങളെ ഞെരുക്കുന്നു. ഓരോ ശീലവും ആവശ്യമുള്ള അവസ്ഥയുമായി ബന്ധിപ്പിക്കുക മാത്രമല്ല, ആഴത്തിലുള്ള അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുകയും ചെയ്യുന്നു. ബോധപൂർവമായ പ്രതിഫലനത്തിലൂടെ വെല്ലുവിളി നിറഞ്ഞ ശീലങ്ങളെക്കുറിച്ചുള്ള ധാരണകളെ നിങ്ങൾക്ക് പുനർരൂപകൽപ്പന ചെയ്യാൻ കഴിയും. അവയെ ഭാരങ്ങളല്ല, മറിച്ച് സന്തോഷകരമായ വെല്ലുവിളികളാക്കി മാറ്റുക. മുന്നോട്ടും മുകളിലേക്കും നിങ്ങൾ നിങ്ങളുടെ ശീലങ്ങളിലൂടെ സഞ്ചരിക്കും. ഓരോ ദിവസവും ചെറുതും എന്നാൽ ഫലപ്രദവുമായ തിരഞ്ഞെടുപ്പുകൾ നടത്താനുള്ള അവസരമാണ്.
ഏതൊരു ശീലവും സ്വായത്തമാക്കുന്നതിനുള്ള ആദ്യപടി ആവർത്തനത്തിൽ ഏർപ്പെടുക എന്നതാണ്, പൂർണ്ണതയല്ല. വിജയകരമായ ശീല രൂപീകരണത്തിലേക്കുള്ള യാത്ര ആസൂത്രണം മാത്രമല്ല, പരിശീലനവും ഉൾക്കൊള്ളുന്നു. അത് എളുപ്പമാക്കുന്നതിനും പാത സുഗമമാക്കുന്നതിനുമുള്ള കല, അത് പിന്തുടരുന്നത് രണ്ടാം സ്വഭാവമാണെന്ന് ഉറപ്പാക്കുന്നു. ടാസ്കുകൾ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുന്നതിലൂടെയും പ്രതിബദ്ധതയുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെയും നിങ്ങളുടെ ഭാവി അനായാസമായി രൂപപ്പെടുത്താൻ സാധിക്കും. ഇന്ന് നിങ്ങൾ സ്വീകരിക്കുന്ന ചുവടുകൾ നാളെയുടെ അടിത്തറപ്പാകുന്നു. ഇന്നത്തെ ഒരു തീരുമാനം മനോഹരമായി യോജിപ്പുള്ള നാളെയിലേക്ക് നയിക്കും. മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഉടനടി പ്രതിഫലങ്ങളുടെ ബാലൻസ് അത്യാവശ്യമാണ്. നിങ്ങളുടെ മസ്തിഷ്കം തൽക്ഷണ സംതൃപ്തിയിൽ വളരുന്നു. ഇത് നിങ്ങളുടെ നേട്ടത്തിനായി ഉപയോഗിക്കുക, നല്ല ശീലങ്ങൾക്കായി ഉടൻ തന്നെ നിങ്ങൾക്ക് പ്രതിഫലം നൽകുക, അതേസമയം മോശം ശീലങ്ങളെ ആകർഷകമല്ലാത്തതാക്കി മാറ്റാനുള്ള വഴികൾ കണ്ടെത്തുക. ഒരു നല്ല ശീലം രൂപപ്പെടുത്തുന്നതിൽ ഉടനടി വിജയം അനുഭവിക്കാൻ ശ്രമിക്കുക. ഒരു ശീലം ട്രാക്കർ ഉപയോഗിക്കുന്നത് പരിഗണിക്കുക. ഇത് ലളിതമായ റെക്കോർഡ് കീപ്പിംഗ് പോലെ തോന്നിയേക്കാം, എന്നിട്ടും പുരോഗതി കാണുന്നത് ശ്രദ്ധേയവും സംതൃപ്തിയും വിജ്ഞാനപ്രദവുമാണ്. പ്രതിഫലനം നിർണായകമാണ്. നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ അവലോകനം ചെയ്യാനും നിങ്ങളുടെ കോഴ്സ് ശരിയാക്കാനും നിങ്ങളുടെ വിജയങ്ങൾ ആഘോഷിക്കാനും സമയമെടുക്കുക. സ്ഥിരമായ പരിശീലനവും തുടർച്ചയായ വളർച്ചയ്ക്കുള്ള പ്രതിബദ്ധതയും ഉപയോഗിച്ച് ഓരോ ചുവടും നിങ്ങളെ നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് അടുപ്പിക്കുന്നു. അവസാനമായി, എപ്പോഴും ജാഗരൂകരായിരിക്കുക. മാറ്റം സ്ഥിരമാണ്. ശീലങ്ങൾക്ക് പുനർമൂല്യനിർണ്ണയം ആവശ്യമാണ്. പഴയ രീതികൾ ഇനി നിങ്ങളുടെ പാതയെ സേവിക്കുന്നില്ലെങ്കിൽ പതിവ് ചെക്കിന്നുകൾ വെളിപ്പെടുത്തുന്നു. ജീവിതത്തിന്റെ ചലനാത്മക സ്വഭാവം സ്വീകരിക്കുക. അടുത്തതായി വരുന്ന കാര്യങ്ങളുമായി നിങ്ങൾക്ക് മനോഹരമായി പൊരുത്തപ്പെടാൻ കഴിയും. അതിനാൽ, ബ്രിട്ടീഷ് സൈക്ലിംഗ് ടീമിന്റെ ആവേശകരമായ യാത്ര എളിയ തുടക്കങ്ങളുടെയും ചെറിയ വിജയങ്ങളുടെയും സ്മാരക പരിവർത്തനങ്ങളുടെയും കഥയാണ്. ഓരോ സൈക്ലിസ്റ്റും അവരുടെ അച്ചടക്കത്തിൽ ഒരു ചാമ്പ്യൻ മാത്രമല്ല, സ്ഥിരോത്സാഹത്തിന്റെയും ക്രമാനുഗതമായ പുരോഗതിയുടെ മാന്ത്രികതയുടെയും യഥാർത്ഥ മൂർത്തിഭാവമായി മാറി. സൈക്കിൾ ഒരു ലളിതമായ കായിക വസ്തുവായി ആരംഭിച്ചു, എന്നിട്ടും അത് വളർച്ചയുടെയും നിശ്ചയദാർഢ്യത്തിന്റെയും സമൂഹത്തിന്റെയും പ്രതീകമായി മാറി. മെച്ചപ്പെട്ട ശീലങ്ങൾ പിന്തുടരുന്നത് ആത്യന്തികമായി ഒരു മെച്ചപ്പെട്ട സ്വയം പിന്തുടരലാണ്. ഒരു ബൈക്കിലായാലും ജിമ്മിൽ ആയാലും അല്ലെങ്കിൽ ഏതെങ്കിലും ദൈനംദിന വെല്ലുവിളികളിലൂടെയായാലും യാത്രയാണ് നമ്മെ യഥാർത്ഥത്തിൽ രൂപപ്പെടുത്തുന്നത്. ആ പാഠങ്ങൾ നിങ്ങളെ പ്രചോദിപ്പിക്കട്ടെ. ഒരു സമയം ഒരു ചെറിയ തീരുമാനത്തിലൂടെ ശ്രദ്ധേയമായ പരിവർത്തനങ്ങളിലേക്ക് നിങ്ങളെ നയിക്കുന്നു.